ഹൃദയഭാരത്തോടെയാണ് ഇന്നത്തെ ദൈവമേ കൈതൊഴാം ഞങ്ങൾ സംപ്രേക്ഷണം ചെയ്യുന്നത്. കാരണം കഴിഞ്ഞ ദിവസം വാഹനാപകടത്തിൽ ഞങ്ങളെ വിട്ടുപിരിഞ്ഞ ഞങ്ങളുടെ പ്രിയപ്പെട്ട ക്യാമറാമാൻ JB ജ്യോതിഷ് അവസാനമായി ക്യാമറ ചലിപ്പിച്ച വാർത്ത കൂടിയാണിത്. ഈ വാർത്തയുടെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് മടങ്ങും വഴിയാണ് ജ്യോതിഷ് തിരുവനന്തപുരം പാളയം ജംഗ്ഷന് സമീപം വാഹനാപകടത്തിൽപ്പെടുന്നത്. തിരുവനന്തപുരം നഗരത്തിന്റെ മുഖമുദ്രയാണ് LMS പള്ളി എന്ന മറ്റീർ മെമ്മോറിയൽ ചർച്ച്. സംസ്ഥാനത്ത് പാശ്ചാത്യ മാതൃകയിൽ നിർമ്മിച്ച അപൂർവം ആരാധനാലയങ്ങളിൽ ഒന്നാണ് LMS പള്ളി. നൂറ്റാണ്ടിന്റെ ചരിത്രം പേറുന്ന ഈ ആരാധനാലയം 10,000ങ്ങളുടെ പ്രാർത്ഥനാ സാക്ഷ്യങ്ങളുമായി തുടരുന്നു. ജ്യോതിഷിന്റെ ഓർമ്മകളുടെ അശ്രുപൂജയോടെ കാണാം LMS പള്ളിയുടെ വിശേഷങ്ങൾ. നിയമസഭയ്ക്ക് സമീപം PMG ജംഗ്ഷനും മ്യൂസിയത്തിനും മധ്യേ യാത്ര ചെയ്യുമ്പോൾ ആരായാലും ഒന്ന് നോക്കിപ്പോകും. വിദേശ രാജ്യങ്ങളിലെ ആരാധനാലയങ്ങളോട് സാദൃശ്യം പുലർത്തുന്ന LMS പള്ളി. വാസ്തുവിദ്യാ നിർമ്മിതിയിൽ ഒട്ടനവധി പ്രത്യേകതകളുള്ള ആരാധനാലയം ചരിത്രപരമായും ഈ നഗരത്തെ അടയാളപ്പെടുത്തുന്നുണ്ട്. ആയിരത്തി 1838 മുതലാണ് LMS പള്ളിയുടെ ചരിത്രം ആരംഭിക്കുന്നത്. പാളയത്ത് തമ്പടിച്ചിരുന്ന ബ്രിട്ടീഷ് പട്ടാളത്തിന് ആരാധനയ്ക്കായി ഒരു പള്ളി പണിയണം. രാജവംശത്തിന്റെ അനുവാദത്തോടുകൂടി അന്നത്തെ ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ഇന്നീ കാണുന്ന പള്ളിയുടെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുന്നതും. അങ്ങനെ ഒരു നൂറ്റാണ്ടിന്റെ ചരിത്രവും വിശ്വാസവും പേരുന്നതാണ് LMS പള്ളി അഥവാ മതീർ മെമ്മോറിയൽ CSI ചർച്ച്. ഹാലൻ ക്രിച്ചെ അഥവാ ഹോൾച്ചർ ശൈലിയിലാണ് പള്ളിയുടെ വാസ്തുവിദ്യ രൂപകൽപ്പന. ഗ്രാനൈറ്റ് പാകിയ കെട്ടിടം, ചതുരാകൃതിയിലുള്ള മണിഗോപുരവും താഴെ വെസ്റ്റിബ്യൂളും, ഗോതിക് കമാനങ്ങളാൽ പിന്തുണയ്ക്കുന്ന മേൽക്കൂരയും. വെട്ടുകല്ലുകൊണ്ടാണ് ലാൽബൽ ടവറിലെ കെൽറ്റിക് ക്രോസ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് പള്ളിയുടെ ഐറിഷ് പശ്ചാത്തലത്തെ അനുസ്മരിപ്പിക്കുന്നു. ദക്ഷിണ കേരള മഹായിടവകയുടെ ഒരു പ്രധാനപ്പെട്ട സഭയാണ് CSI MM കത്തീഡ്രൽ. ഈ ആലയം 2022 കത്തീഡ്രൽ സ്റ്റാറ്റസിലേക്ക് ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ ഉയർത്തുന്നത്. നമ്മുടെ ഒരു ആസ്ഥാന സഭയാണ്. 650ഓളം സഭകളുള്ള ഒരു ഡയസസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സഭയാണ് ഈ കത്തീഡ്രൽ ചർച്ച്. തിരുവനന്തപുരം ജില്ലയിൽ ദക്ഷിണ കേരള മഹാ ഇടവകയ്ക്ക് കീഴിലെ ബൃഹത്തായ സഭയാണ് MM CSI കത്തീഡ്രൽ. 2500-ലധികം കുടുംബങ്ങളും 6000-ന് മുകളിൽ വിശ്വാസികളുമാണ് ദേവാലയത്തിന് കീഴിലുള്ളത്. ഭാരതത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഒരു രൂപത എന്ന് പറയുന്നത് ദക്ഷിണ കേരള മഹായിടവകയാണ്. അതായത് CSI ദക്ഷിണ കേരള മഹായിടവകയാണ്. ഏത് വിഭാഗ സഭകളുടെയും രൂപതകളിൽ ഒരു രൂപതയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ളത് ദക്ഷിണ കേരള തെക്കൻ കേരളത്തിലെ ഈ ദക്ഷിണ കേരള മഹായിടവകയിലാണ്. വിശ്വാസികൾക്ക് പുറമെ വിനോദസഞ്ചാരികളും ചരിത്രാന്വേഷികളും പള്ളി തേടിയെത്താറുണ്ട്. കൊളോണിയൽ കാലത്തെ അവശേഷിപ്പുകളുള്ള തിരുവനന്തപുരം നഗരത്തിൽ ഗതകാല പ്രൗഢിയോടെ തലയുയർത്തി നിൽക്കുകയാണ് മറ്റീർ മെമ്മോറിയൽ പള്ളിയും. ദൃശ്യങ്ങൾ പകർത്തിയ JB ജ്യോതിഷിനൊപ്പം ദേവൻ MP, ന്യൂസ് മലയാളം.